നമ്മൾ നാട്ടുവോട്ടിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളായി 75 സീറ്റിൽ CPM-ഉം 17 സീറ്റിൽ CPI-യും മത്സരിക്കും. CPM-ന്റെ 3 ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കുവാനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. വഞ്ചൂർ ഏരിയ സെക്രട്ടറി K. ശ്രീകുമാർ, പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P. ബാബു, വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി എന്നിവരാണ് മത്സരിക്കുക. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, കഴിഞ്ഞ തവണ നിസ്സാര സീറ്റുകളുടെ പിൻബലത്തിലാണ് അന്ന് ഈ കോൺഗ്രസിനും ഒപ്പം തന്നെ BJP-ക്കും ഒക്കെ ഈ കോർപ്പറേഷൻ ഭരണം നഷ്ടമായത്. അപ്പോൾ അതിൽ പിന്നെ അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയും കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കരുത്തരായ സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് തന്നെ ഭരണം നിലനിർത്താനല്ലേ ഇപ്പോൾ ശ്രമിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടാണോ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നത്? 101 വാർഡുകളാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ഈ വാർഡുകളിലേക്കുള്ള വാർഡ് വിഭജനമാണ് LDF പൂർത്തിയാക്കിയത്. ഇതിൽ 75 സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതുപോലെ തന്നെ 75 സീറ്റിൽ CPM മത്സരിക്കാനും 17 സീറ്റിൽ CPI മത്സരിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികൾ മറ്റ് സീറ്റുകൾ ബാക്കി വരുന്ന സീറ്റുകളിൽ മത്സരിക്കുമെന്നും ഉള്ള തീരുമാനം ആയിട്ടുണ്ട്. ഇന്ന് ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPM സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്കും അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. പ്രഖ്യാപനം പിന്നീട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷമായിരിക്കും ഉണ്ടാവുക. ഇതിലാണ് 3 CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർക്ക് മത്സരിക്കാനുള്ള അനുമതി ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. വഞ്ചൂർ ഏരിയ സെക്രട്ടറി K. ശ്രീകുമാർ, അദ്ദേഹം നേരത്തെ കോർപ്പറേഷൻ മേയർ ആയിരുന്ന ആളാണ്. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P. ബാബു, വിളപ്പിൻ ഏരിയ സെക്രട്ടറി RP ശിവജി എന്നിവർക്കാണ് മത്സരിക്കാനുള്ള അനുമതി നിലവിൽ നൽകിയിരിക്കുന്നത്. K. ശ്രീകുമാർ ചാക്കയിലും വഞ്ചൂർ P. ബാബു വഞ്ചൂർ വാർഡിലും ഒപ്പം തന്നെ RP ശിവജി പുന്നക്കാമുകൾ വാർഡിലുമാണ് നിലവിൽ മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. മറ്റ് പ്രധാന നേതാക്കളും മത്സരരംഗത്തുണ്ടാകും. പ്രഖ്യാപനം പിന്നീടായിരിക്കും ഉണ്ടാവുക. അതിന് വിശദാംശങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്, LDF മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ ജില്ലയിലെ തന്നെ മുതിർന്നതും ഒപ്പം തന്നെ യുവ നേതാക്കളുമായിട്ടുള്ള ആളുകളെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ അതിനുശേഷം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗവുമാണ് അന്തിമ പട്ടികയ്ക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്.